സാർ നമസ്കാരം. നമസ്കാരം, നമസ്കാരം, നമസ്കാരം. ഇന്നലത്തെ പറയൂ. ഇന്നലെ നമ്മൾ ഇറാൻ അമേരിക്ക യുദ്ധവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയിരുന്നു. രായൻ ജോസഫും സാറും കൂടെ ഇരുന്ന് അതിനകത്ത് അതെ. ആയത്തുള്ള ഖമേനി ഏതാനും മണിക്കൂറുകൾക്കകം കൊല്ലപ്പെടും എന്നുള്ളൊരു പ്രവചനമൊക്കെ രായൻ ജോസഫ് നടത്തിയിരുന്നു. അപ്പോൾ ഏകദേശം അത് ആ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എങ്കിലും ഒരു ഇറാന്റെ ആത്മീയ ആചാര്യനായിട്ടുള്ള ആയത്തുള്ള ഖമേനിയുടെ മരണം ഈ ഈ എങ്ങോട്ടാണ് നമ്മുടെ ഈ ലോകത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്? ഗൾഫ് മേഖലകളിലൊക്കെ വളരെ വലിയ രീതിയിലുള്ള ബോംബിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. UAE, ഖത്തർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ. എങ്ങനെ നോക്കിക്കാണുന്നു? ഈ യുദ്ധത്തിനൊരു സമാധാനം ഉണ്ടാകുമോ, അതോ ഇതൊരു ലോകമഹായുദ്ധമായിട്ട് മാറുമോ? ഇത് വലിയൊരു സങ്കീർണമായിട്ടുള്ള പ്രശ്നമാണ് സിബി. ഇത് ഏത് രീതിയിൽ പരിണമിക്കുക എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പെട്ടെന്ന് പറയുക എന്നുള്ളത് ഒരു എളുപ്പമല്ല. കാരണം ഇപ്പൊ ഈ ആയത്തുള്ള ഖമീനിയും കൊല്ലപ്പെട്ടെങ്കിലും അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ മകന്റെ നേതൃത്വത്തിൽ പുതിയ ഒരു ഭരണ സംവിധാനത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് അവർ ആലോചിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നിട്ട് അമേരിക്ക ഉദ്ദേശിച്ച രീതിയിൽ പുതിയൊരു ഭരണകൂടത്തെ അവിടെ അധികാരത്തിൽ എത്തിക്കുക എന്നുള്ളത് ഇത്തരം ഒരു ഘട്ടത്തിൽ എത്രത്തോളം സാധ്യതമാകും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. കാരണം മറ്റു രാജ്യങ്ങൾ പോലെ അല്ല ഇറാൻ. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ ഭരണകൂടത്തിനെതിരെ ജനകീയമായ പോരാട്ടവും പ്രതിരോധവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അതേപോലെ തന്നെ ഈ ആത്മീയാചാര്യനെ സ്ഥിതി പറഞ്ഞതുപോലെ അംഗീകരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരുപക്ഷെ ഒരു ആഭ്യന്തര കലാപത്തിലേക്ക് വരെ രൂക്ഷമായ ഒരു ആഭ്യന്തര കലാപത്തിലേക്ക് ഇറാൻ പോയിക്കൂടായികയില്ല. ഇന്നലെ നമ്മള് രാജൻഭായിട്ട് ചർച്ച ചെയ്യുന്ന സമയത്ത് നമ്മൾ അന്നേരം പറഞ്ഞിരുന്നു ഈ രാത്രി തന്നെ കാര്യങ്ങൾ അവസാനിപ്പിക്കുമെന്ന്. ഈ പ്രസിഡന്റ് ട്രംപ് പറയുന്ന കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അത് അത്രയ്ക്ക് അങ്ങോട്ട് നമ്മള് പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പൊ ഞാൻ അതിൽ പറയുകയും ചെയ്തിരുന്നു, നമ്മള് ഈ കൊട്ടാരത്തിന്റെ തൊട്ടടുത്ത് തന്നെ വലിയ തോതില് മിസൈൽ വർഷമൊക്കെ ഉണ്ടായി എന്നുള്ളത്. പക്ഷെ ഈ ഖമീനി കൊല്ലപ്പെടുക എന്ന് പറയുന്ന ഒരു അവസ്ഥ, കാരണം അദ്ദേഹത്തെ ഈ പറഞ്ഞ സുരക്ഷിതമായ കേന്ദ്രങ്ങൾ ഉണ്ടാവും. ഇത് തന്നെ നേരത്തെ ഇറാഖിൽ നമ്മൾ കണ്ടൊരു കാര്യമുള്ളൂ. കാരണം അവിടെയും ഈ സദ്ദാം ഹുസൈനെ സംബന്ധിച്ചിടത്തോളം ഭൂഗർഭ നിലവറകളുണ്ട്. അതിനടിയിൽ അദ്ദേഹത്തിന് 6-7 മാസത്തോളം സുഖമായി ജീവിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നുള്ള വാർത്തകളൊക്കെയാണ് അന്ന് പുറത്തു വന്നിരുന്നത്. പക്ഷെ അവസാനം അതൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തെ ഒരു ഗ്രാമത്തിൽ ഒരു വീട്ടിൽ നിന്ന് പിടിക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മൾ എല്ലാവരും കണ്ടതാണ്. അപ്പൊ അതിനേക്കാൾ കുറച്ചും കൂടെ തയ്യാറെടുപ്പോടുകൂടി നിന്നിരുന്ന ഒരു രാജ്യമാണ്. കാരണം അമേരിക്ക ആക്രമിക്കും എന്ന് മാസങ്ങളായി തന്നെ ഉറപ്പായ ഒരു ഘട്ടത്തിലാണ് നിന്നിരുന്നത്. അതുകൊണ്ട് ശരിക്കും ആയത്തുള്ള ഖമീനിയുടെ കൊല എന്ന് പറയുന്നത്, അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ കൊച്ചുമക്കൾ ഉൾപ്പെടെ ഒരു 40-ൽ പരം പ്രധാനപ്പെട്ട പ്രധാനികൾ, പ്രതിരോധ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ആളുകൾ ഉൾപ്പെടെ 40-ൽ പരം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന വാർത്ത. അതുകൊണ്ട് ഒരു വാക്വം. എന്തോ മകളും കൊല്ലപ്പെട്ടതായിട്ട് പറയുന്നു. അതെ, മകളുടെ പേരക്കുട്ടി അടക്കം കൊല്ലപ്പെട്ടതായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ലീഡർഷിപ്പിനകത്ത്, ഭരണ നേതൃത്വത്തിനകത്ത് വ്യക്തമായിട്ടുള്ള ഒരു വാക്വം കഴിഞ്ഞിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണിത്. പക്ഷെ അവര് ഇപ്പൊ രണ്ടാമത്തെ നേതൃത്വത്തിൽ പോകുന്നു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. അപ്പൊ അതിനെ എതിർത്തുകൊണ്ട് പ്രതിരോധിക്കുന്ന ജനവിഭാഗത്തിന്റെ ആ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധവും കാര്യങ്ങളും ഒക്കെ എപ്രകാരമായിരിക്കും എന്നുള്ളതും പ്രധാനമാണ്. പിന്നെ സിബി പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് ഗൾഫ് രാജ്യങ്ങളില് അശാന്തിയുടെ നാളുകൾ തന്നെയാണ്. ഈ പ്രശ്നം അവസാനിച്ചുകൊണ്ടിരിക്കട്ടെ. ഇതിപ്പോ അമേരിക്ക അവരെ തീർത്തു, അത് അവസാനിപ്പിച്ചു, വേറൊരു പാവ ഭരണകൂടത്തെ അവർ പ്രതിഷ്ഠിക്കുന്നു എന്നിരിക്കുക. പക്ഷെ എങ്കിൽ പോലും അശാന്തിയുടെ നാളുകൾ ഗൾഫ് രാജ്യങ്ങളിൽ വരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു നിർണായകമായിട്ടുള്ള ഒരു ഘടകമായിട്ട് നമ്മൾ കാണണം. ആ അശാന്തി നിലനിൽക്കുന്നത് ലോകത്തിന് ഒട്ടാകെ അബദ്ധം. ഇപ്പൊ നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് പ്രത്യാഘാതമാണ് ക്രൂഡ് മാർക്കറ്റിലും അന്താരാഷ്ട്ര സ്റ്റോക്ക് മാർക്കറ്റിലും സ്വർണ്ണ വിപണിയിലും ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഈ പ്രശ്നം താൽക്കാലികമായ വിരാമം ഇടുന്നു എന്നുള്ളത് കൊണ്ട് കാര്യമില്ല. അതൊരു അശാന്തിയുടെ വിത്ത് ഈ പറഞ്ഞ ഇപ്പൊ സൗദിക്കെതിരെയും UAE-ക്കെതിരെയും ബഹ്റിനെതിരെയൊക്കെ പല രീതിയിലുള്ള ആക്രമണങ്ങൾ ഇനി അങ്ങോട്ട് പ്രതീക്ഷിക്കേണ്ടി വരും. കാരണം ഈ ഭാഗങ്ങളിലെല്ലാം നമുക്ക് ഇറാൻ നേതൃത്വം നൽകുന്ന തീവ്രവാദ സംഘടനകൾ ശക്തമാണ്. ആ ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന സമ്പന്നമായിട്ടുള്ള ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശങ്ക ആണ്. ആ ആശങ്ക നമ്മളിലേക്ക് പരിണമിക്കുന്നത് എങ്ങനെയാണ്? കാരണം നമ്മുടെ ആളുകൾ അവിടെ ജോലി ചെയ്യുന്നു,
നമ്മുടെ ആളുകൾ അവിടെ താമസിക്കുന്നു. നമ്മുടെ വിദേശ റെമിറ്റൻസിന്റെ ഏതാണ്ടൊരു വലിയൊരു പങ്ക് 50% മുകളിൽ ഗൾഫ് സെക്ടറിൽ നിന്ന് വരുന്നതാണ്. നമ്മുടെ കയറ്റുമതിയുടെ നല്ലൊരു പങ്ക് UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്കാണ്. അതുകൊണ്ട് ഈ അശാന്തിയുടെ നാളുകൾ വളരെ നേരിട്ട് തന്നെ ഇന്ത്യയെ പോലെ രാജ്യത്തെയും കേരളത്തെ പോലുള്ള സംസ്ഥാനത്തെയും ബാധിക്കുമെന്നുള്ളതാണ് നമ്മളെ എല്ലാം വിഷമിപ്പിക്കുന്ന സ്ഥിതി. ഞാൻ കാര്യം ഈ അല്ലാത്തുള്ള ഖമൈനിയെ സംബന്ധിച്ച് അദ്ദേഹം ഒരു ആത്മീയ ആചാര്യനാണ്. അദ്ദേഹം ഒരുപാട്, കാരണം എന്താ വെച്ചാൽ സ്ത്രീകൾ പുറത്തിറങ്ങാൻ പാടില്ല ഉൾപ്പെടെയുള്ള ഒരു 50 വർഷം മുമ്പുള്ള രീതിയിലേക്ക്, അതുകൂടാതെ അദ്ദേഹം ഒരു ഇസ്ലാമിസ്റ്റ് കൂടിയായിരുന്നു, മതരാഷ്ട്രവാദി കൂടിയായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് വയ്യ. എന്നാൽ ഇതിനൊക്കെ എതിർക്കുന്ന ഒരു കക്ഷിയാണ് ഈ പ്രാവശ്യം ഇറാനിൽ അധികാരത്തിൽ വന്നിട്ടുള്ളത്. എങ്കിലും അവസാന വാക്ക് എന്ന് പറയുന്നത് ഈ ഖമൈനി തന്നെയാണ്. അപ്പോ ഇപ്പോ ജോർജ് സാർ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അവിടെ 2 പക്ഷമുണ്ട് എന്നുള്ളത് ശരിയായിട്ടുള്ള കാര്യമാണ്. അതിലൊരു പക്ഷത്തെയാണ് US കൂട്ടത്തിൽ നിർത്തിയിട്ടുള്ളത്. അതെ, തീർച്ചയായിട്ടും അത് ഒരു വലിയൊരു പ്രശ്നമാണ്. കാരണം അതാണ് ഞാൻ പറഞ്ഞ രൂക്ഷമായ ഒരു ആഭ്യന്തര കലാപത്തിലേക്ക് അത് പോകുന്നതിനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. കാരണം ഈ പറയുന്ന മത തീവ്രവാദ ശക്തികൾ അല്ലെങ്കിൽ ഖമീനിയുടെ പക്ഷക്കാരായ ആളുകൾ അവരെ കീഴടങ്ങി കൊടുക്കും, അവരെ പിന്മാറി കൊടുക്കുമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ വിശ്വസിക്കാൻ കഴിയില്ല. അതിന്റെ ഒരു സൂചനയാണ് ഞാൻ ആദ്യം പറഞ്ഞ ഇവര് അദ്ദേഹത്തിന്റെ 2ാമത്തെ മകന്റെ നേതൃത്വത്തിൽ ഒരു ഭരണ സംവിധാനത്തിലേക്ക് വരും എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും മറ്റു വിഭാഗം അതിനെ എതിർക്കും. അമേരിക്ക അവരെ സപ്പോർട്ട് ചെയ്യും. അമേരിക്കയുടെ എല്ലാ വിധത്തിലുള്ള ശക്തിയും അവർക്കുണ്ടാവും. അതുകൊണ്ട് അത് ഒരു നേരിട്ടൊരു കരയുദ്ധത്തിലേക്ക് പോലെയുള്ള കാര്യങ്ങളിലേക്ക് അമേരിക്കയ്ക്ക് അത്ര എളുപ്പത്തിൽ വരാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് ആ രാജ്യത്തിനകത്ത് അതിരൂക്ഷമായിട്ടുള്ള ഒരു ആഭ്യന്തര കലാപത്തിലേക്ക് അത് നീങ്ങുമെന്നുള്ളത് ഏറെക്കുറെ നമ്മൾ മുൻകൂട്ടി കാണേണ്ടതുണ്ട്. ആ ആഭ്യന്തര കലാപത്തിന്റെ പരിണിത ഫലമായിട്ടാണ് ഈ മതരാഷ്ട്രവാദികളായിട്ടുള്ള ഖമനേയി പക്ഷക്കാരെ സംബന്ധിച്ചിടത്തോളം മറ്റു രാജ്യങ്ങളെ, പ്രത്യേകിച്ച് അമേരിക്ക പ്രതിരോധ സഹായം ചെയ്യുന്ന അല്ലെങ്കിൽ പ്രതിരോധം കോൺട്രാക്ട് എടുത്തിട്ടുള്ള ഈ സൗദി അറേബ്യ, ബഹ്റൈൻ, UAE, കുവൈറ്റ് പോലുള്ള രാജ്യങ്ങളെ കടന്നാക്രമിക്കുന്ന സ്ഥിതി എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് ഒരു ഷോർട്ട് ടേമിലുള്ള ഒരു കാര്യമല്ല, ദീർഘകാലത്തേക്ക് ഒരു പ്രശ്നത്തിലേക്ക് ഈ സെക്ടർ നീങ്ങുന്നു എന്ന് നമുക്ക് ഇതിനെ വിലയിരുത്തേണ്ടി വരും. അതാണ് അതിന്റെ പ്രശ്നം സിബി, ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഖമൈനി ഈ പക്ഷത്തിൽപ്പെട്ട ആളുകൾ ഒരുപക്ഷെ അമേരിക്ക ഇപ്പൊ അവരെ അടിച്ചമർത്തി അവിടെ എതിർപക്ഷത്ത് നിൽക്കുന്ന ആളുകളെ അവിടെ ഭരണം ഏൽപ്പിക്കുന്ന സമയത്ത് ഈ ഖമൈനി പക്ഷത്തുള്ള ആളുകൾ ബിൻ ലാദന്റെ ഒക്കെ അനുയായികളെ പോലെ ആയി മാറാനായിട്ടുള്ള വല്ല സാധ്യതകളുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതിനകത്ത് സിബി അമേരിക്കയുടെ താല്പര്യം എന്താ? അമേരിക്കയിലെ താല്പര്യം ഇറാനിലെ ജനങ്ങൾക്ക് ജനാധിപത്യപരമായ അവകാശവും അല്ലെങ്കിൽ മതതീവ്രവാദ ശക്തികളുടെ പിടിയിൽ നിന്ന് ഇറാനിലെ ജനതയെ മോചിപ്പിക്കുക എന്നുള്ള താല്പര്യം അമേരിക്കയ്ക്ക് ഇല്ല. അമേരിക്കയുടെ താല്പര്യം അവരുടെ ലാഭം, അവരുടെ നേട്ടമാണ്. അപ്പൊ ആഗോള എണ്ണ വിപണിയെ നിയന്ത്രിക്കുക. ഇപ്പോ വെനിസ്വേലയിൽ നിന്നും എണ്ണ ചോർത്തിക്കൊണ്ടുപോകണം അല്ലേ? വെനിസ്വേലയുടെ എണ്ണ കംപ്ലീറ്റ് എടുക്കുന്നത് അമേരിക്കൻ കമ്പനികളാണ്. അവര് പ്രൈസ് ഡിക്റ്റേറ്റ് ചെയ്യുന്നു, അവര് തീരുമാനിക്കുന്നു, അവര് വിൽക്കുന്നു. അതുപോലെ തന്നെ ഇറാനിൽ നിന്നും എണ്ണ കൊണ്ടുപോകുന്നതിനുള്ള ഈ പാവ ഗവൺമെന്റിനെ അവരോധിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമേരിക്കയുടെ നിയന്ത്രണത്തിൽ ഇറാനിലെ എണ്ണ ഉൽപാദനം മേഖല വരികയാണ്. അപ്പൊ ആഗോളതലത്തിൽ എണ്ണ ഉൽപാദന രംഗത്തിന്റെ കുത്തക അവരുടെ കയ്യിലേക്ക് വരിക. റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ മാർക്കറ്റിൽ നിന്നും അകറ്റി നിർത്തുക, ഒരു രാജ്യവും വാങ്ങിക്കാൻ പാടില്ലെന്നുള്ള തിട്ടൂരമിറക്കി അതിനെ നിയന്ത്രിക്കുക. അതാണ് അവിടെയുള്ള അമേരിക്കൻ താല്പര്യം. അല്ലാണ്ട് ഇറാനിലെ ജനങ്ങൾക്ക് നല്ല കാര്യം ചെയ്യണം, പാവപ്പെട്ട ആളുകൾ ഇത്രയും നാൾ കഷ്ടപ്പെടുകയായിരുന്നു, അവര് ബുർക്കയും പർദ്ദയൊക്കെ ധരിച്ച് പുറത്തിറങ്ങാൻ കഴിയാതെ ഒരു ഫുട്ബോൾ മത്സരം പോലും കാണാൻ അനുവദിക്കാതെ ഒക്കെ ഉള്ള ക്രൂരമായ അതിൽ നിന്ന് അവരെ രക്ഷിക്കുക എന്നുള്ളതൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് പാവ ഗവൺമെന്റിനെ അവരോധിക്കുന്നതോടുകൂടി പ്രശ്നങ്ങൾ അവിടെ വീണ്ടും സങ്കീർണമാവുകയാണ്. എപ്പോഴും അമേരിക്ക ചെയ്യുന്ന കാര്യം എന്താ? ഓരോ രാജ്യത്തും പ്രശ്നത്തിന്റെ വിത്തിട്ട് ഒരു തവണ ഒരു വശത്താണ് നിൽക്കുന്നതെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ മറുവശത്ത് നിൽക്കും. ഇന്നലെ നമ്മൾ ഡിസ്കഷനിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ഭാഗങ്ങളെല്ലാം മതതീവ്രവാദം ശക്തിപ്പെടുത്തി എടുത്തത് ആരാ? നല്ല രാജ്യങ്ങളായിട്ട് നടന്നിരുന്ന രാജ്യങ്ങളല്ലേ ഇറാനും ഇറാഖും ഒക്കെ. ഇറാനിലെ ഷാ ഭരണകൂടം
അതുപോലെ ഇറാഖിലെ സദ്ദാം ഹുസൈന്റെ ഭരണകൂടം, ഇതെല്ലാം ഉണ്ടായിരുന്ന കാലത്ത് ഒരു പുരോഗമനപരമായ ഒരു രീതിയിലാണ് അവിടെ മത തീവ്രവാദവും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്നലെ നമ്മൾ പറഞ്ഞു താരിഖ് അസീസ് സദ്ദാം ഹുസൈന്റെ വിദേശകാര്യമന്ത്രിയായിരുന്നു, ക്രിസ്ത്യാനിയായിരുന്നു. ഇതെല്ലാം അവിടെ ഉണ്ടായിരുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ആ രാജ്യങ്ങളിലെ അത്തരം ഭരണകൂടങ്ങളെ അട്ടിമറിച്ച് അവിടെ മത തീവ്രവാദത്തിന് വളരാനുള്ള ഇടമുണ്ടാക്കി കൊടുക്കുന്നത് അമേരിക്ക തന്നെയാണ്. ഒരു പരിധി വരെ ഇപ്പൊ ബിൻ ലാദനെ വളർത്തിക്കൊണ്ടുവന്ന അമേരിക്കയാണ്. ആ ബിൻ ലാദൻ തന്നെ തിരിച്ച് ചെയ്യുമ്പോൾ അമേരിക്കയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതായത് നമ്മളൊരു ഗുണ്ടാ സംഘത്തെ നമ്മുടെ കയ്യിൽ നിർത്തുന്നത് പോലെയാണ്. ഒരു ഗുണ്ടാ സംഘം നമ്മൾ ചെല്ലും ചെലവും കൊടുത്ത് അതിനെ പോറ്റി നടത്തുമ്പോൾ അതിന്റെ ഗുണ്ടാ സംഘത്തിന്റെ അതിനെ പണം കൊടുക്കുന്ന മുതലാളിക്ക് വേണ്ടി അവർ തല്ലാനും കൊല്ലാനും അടിക്കാനും ഒക്കെ പോവുമെങ്കിലും കുറച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ ഗുണ്ടകൾക്ക് തോന്നും, ചേട്ടാ ഞങ്ങളുടെ ഒരു നിയന്ത്രണത്തിലാണല്ലോ ഇദ്ദേഹം, ഞങ്ങളില്ലെങ്കിൽ ഇദ്ദേഹം ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു സ്വയം ചില കാര്യങ്ങളിലേക്ക് അവർ പോകാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്താം. അതുപോലെ തന്നെയാണ് ഈ ബിൻ ലാദന്റെ ഒക്കെ കേസിൽ സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ ഒരേ സമയത്ത് രണ്ടു വശത്തും കത്തിച്ച് നടുക്ക് പിടിക്കുന്ന ഒരു സമീപനം ഈ അമേരിക്കയെ പോലുള്ള രാജ്യം സ്വീകരിക്കുകയാണ്. അതാണ് പ്രശ്നങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഒരു അശാന്തി പടർത്തി ആ അശാന്തിക്ക് അടുത്ത് നിന്ന് എങ്ങനെയാണ് നമുക്ക് നേട്ടം കൊയ്യാൻ കഴിയുക എന്ന് ആലോചിക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക എന്നുള്ളതാണ് അതിന്റെ പ്രശ്നം. അപ്പൊ ചൈനയെ പോലെ ഒരു സ്വന്തം കാലിൽ നിന്നുകൊണ്ട് സ്വന്തമായി കാര്യങ്ങൾ കണ്ടെത്തി ടെക്നോളജി ആർജിച്ച് മാനുഫാക്ചറിങ് സെക്ടറിനെ ശക്തിപ്പെടുത്തി തൊഴിലെടുത്ത് വളരെ കഷ്ടപ്പെട്ട് ഒരു രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പകരം എങ്ങനെയാണ് മറ്റുള്ള രാജ്യങ്ങളുടെ എണ്ണ കട്ടെടുക്കാൻ കഴിയുക, മറ്റുള്ള രാജ്യങ്ങളുടെ റിസോഴ്സസ് എങ്ങനെ നമുക്ക് എടുക്കാം. അപ്പൊ ഗ്രീൻലാൻഡ് ഞങ്ങളുടെയാണെന്ന് പറയുന്നു, കാനഡ ഞങ്ങളുടെയാണെന്ന് പറയുന്നു, മെക്സിക്കോയിൽ ഇപ്പൊ വലിയ ആഭ്യന്തര കലാപം, രൂക്ഷമായ കലാപം നടക്കുകയാണ്. ഇതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ പിന്നിൽ അമേരിക്ക, പ്രത്യേകിച്ച് ട്രംപ് ഭരണകൂടം വന്നതിന് ശേഷം, നേരത്തെയും അമേരിക്കൻ താല്പര്യങ്ങൾ അതൊക്കെ തന്നെ ആണെങ്കിലും ആ രീതിയിൽ പ്രത്യക്ഷത്തിൽ പെട്ടെന്ന് പൊടുന്നനെ ഒരു ഇത്തരത്തിൽ ഒരു ഭ്രാന്തൻ നിലപാടുകളിലേക്ക് പോകുന്ന ഒരു സമീപനം ഒരു പ്രസിഡന്റും സ്വീകരിച്ചിരുന്നില്ല. അതിൽ നിന്ന് വ്യത്യസ്തമായി നമുക്കറിയാം ട്രംപിന്റെ നിലപാടിനെ കുറിച്ച് ഞാൻ വിശദമായിട്ട് നമുക്ക് പറയേണ്ട കാര്യമില്ല. ട്രംപ് ആ തരത്തിൽ പോകുന്ന ഒരാളാണ്. അതാണ് ഞാൻ പറയുന്നത്. ലോകത്തിന് അതിന്റെ ആപത്ത് എന്ന് പറയുന്നത്, ലോകം ഇതിനെ നേരിടേണ്ട ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഒരു ശക്തി സാമ്രാജ്യത്വ ശക്തിയായിട്ട് ഒരു ഇമ്പീരിയലിസ്റ്റ്, ഒരു ചക്രവർത്തി എന്നുള്ള സമാനമായ രീതിയിലേക്ക് വരികയും ബാക്കി രാജ്യങ്ങളെല്ലാം അവരുടെ സാമന്ത രാജ്യങ്ങളാണ്, ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കേട്ടുകൊള്ളണം എന്നുള്ള അവസ്ഥ വരുന്നത് ഒരു വേൾഡ് ഓർഡർ ഇല്ലാതാക്കുക. ഇപ്പൊ ട്രേഡിന്റെ കാര്യത്തിൽ സിബി വേൾഡ് ഓർഡർ എന്ന് പറയുന്ന സാധനമില്ല. നേരത്തെ കൊട്ടിഘോഷിച്ച് നമ്മൾ 90കളിൽ ക്രിയേറ്റ് ചെയ്താണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ഇന്ന് അതിന് യാതൊരു പ്രസക്തിയില്ല, ഒരു പ്രസക്തിയില്ലാത്ത. അപ്പൊ വേൾഡ് ഓർഡർ യു എൻ ഇടപെടണം എന്ന് പറയുന്നത് ഏത് യു എൻ ഇടപെടാൻ? അമേരിക്കക്ക് എന്ത് യു എൻ? അതാണ് പ്രശ്നം. അപ്പൊ ഒരു വേൾഡ് ഓർഡർ ഇല്ലാതാവുന്നു. ആ വേൾഡ് ഓർഡർ ഇല്ലാതാവുന്നത് അത്യന്തം വിപൽക്കരമാണ്. ഇന്നിപ്പോ ഇറാനാണെങ്കിൽ നാളെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇന്ത്യയിലേക്ക് അത് കിടക്കാം, ഇല്ലേ? അങ്ങനെ ഇറാനും ഏതെങ്കിലും ഒരു പ്രത്യേക രാജ്യം അമേരിക്കയുടെ മുമ്പിലില്ല. അപ്പൊ വിപൽക്കരമായ ഒരു സിറ്റുവേഷൻ. ഇതിനൊരു പശ്ചാത്തലം കൂടി നമ്മൾ മനസ്സിലാക്കണം. അമേരിക്കയെ നേരിട്ട് നിന്ന് അത് പറ്റില്ല എന്ന് പറയാൻ കഴിയുന്ന ഒരു രാജ്യമൊന്നുമില്ല. ചൈനയ്ക്ക് അതിനുള്ള ശക്തി ഉണ്ട്, പക്ഷെ ചൈന അത്തരത്തിലേക്ക് ഇടപെടാൻ അവർ തയ്യാറാണ്. അവരുടെ കാര്യം നോക്കി മാറിക്കുന്ന സിറ്റുവേഷനാണ്. അവിടെയാണ് ഈ സോവിയറ്റ് യൂണിയന്റെ ഇല്ലാതായതിന്റെ വലിയൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാം ഇന്നിപ്പോ ഈ പ്രസിഡന്റ് ലിങ്കന്റെ അബ്രഹാം ലിങ്കന്റെ പേരിലുള്ള കപ്പൽപ്പട അവിടെ വന്നപ്പോ ഒരാളും അതിനെ ചോദിക്കാനില്ല. ഒരുപക്ഷെ സോവിയറ്റ് യൂണിയൻ ഉണ്ടെങ്കിൽ അവിടെ ഈ കപ്പൽപ്പട വരുമ്പോ സോവിയറ്റ് യൂണിയന്റെ കപ്പൽപ്പട നേരത്തെ തന്നെ അവിടെ ഉണ്ടാവും. ഇന്ത്യയുടെ അനുഭവം നമുക്കറിയാം. 1970 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തില് ബംഗാൾ ഉൾക്കടലിൽ 7ാം കപ്പൽപ്പട വന്നപ്പോ അതിന് ലൈറ്റ് തെളിയിച്ചു കൊടുത്ത് കാണിച്ചത്, ഇങ്ങോട്ട് വരാനുള്ള വഴി കാണിച്ചത് സോവിയറ്റ് യൂണിയന്റെ പടക്കപ്പലുകളാണ്. ആ നിമിഷം തന്നെ ഈ അമേരിക്കക്ക് കാര്യം മനസ്സിലായി. 7ാം കപ്പൽപ്പട വന്ന വഴി തന്നെ യു ടേൺ എടുത്ത് മടങ്ങിപ്പോയത് നമ്മൾ കണ്ടു. അപ്പൊ അത്തരത്തിലേക്കുള്ളൊരു വേൾഡ് തലത്തിൽ ഒരു ഇവരെ നിയന്ത്രിക്കുന്നതിനുള്ള ഒരു ശക്തി ഇല്ല എന്നുള്ളൊരു വലിയൊരു പ്രശ്നമുണ്ട്. അത് വിപൽക്കരമായ ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനെ ചെറുതാക്കി കാണരുത്.
അത് ഇറാനിലെ ഒരു ഭരണകൂടത്തെ ഇല്ലായ്മ ചെയ്യുന്നതോ അങ്ങനെയായിട്ട് നമുക്ക് കാണുന്ന നമ്മളെല്ലാം ബാധിക്കുന്ന ഒരു വിഷയമാണ്. സിബി ആദ്യം ചോദിച്ചാൽ ലോകമഹായുദ്ധമായിട്ട് ഇത് പരിണമിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇത് തന്നെയാണ് കാരണം. അമേരിക്കയെ ചോദ്യം ചെയ്യാൻ കഴിയുന്ന രീതിയിലൊരു ഇല്ല. യൂറോപ്യൻ രാജ്യങ്ങള് ട്രംപിന്റെ ഒരു സാമന്ത രാജ്യങ്ങൾ പോലെ നിൽക്കുകയാണ്. എല്ലാവരും പ്രസ്താവനയിൽ ഞങ്ങൾ അപലപിക്കുന്നു, അമേരിക്ക ചെയ്തത് ശരിയല്ല, തെറ്റാണ്, പിൻവാങ്ങണം, യുദ്ധം അവസാനിപ്പിക്കണം എന്ന് വാക്കുകൊണ്ട് മേനി പറയുന്നതല്ലാതെ ഒരു ആക്ഷനിലേക്കൊന്നും പോകാൻ ഒരു രാജ്യത്തിൽ നിന്ന് കഴിയാത്ത സ്ഥിതി ലോകം ആയുധമായിരിക്കും എന്ന് നമുക്ക് വിലയിരുത്തേണ്ട ആവശ്യമില്ല. പക്ഷേ സംഭവിക്കാൻ പോകുന്നത് അശാന്തിയുടെ നാളുകൾ ഗൾഫ് സെക്ടറിൽ വല്ലാതെ ഉണ്ടാവും. അത് ഭീതിപ്പെടുത്തുന്നതായിരിക്കും, ഉലയ്ക്കുന്നതായിരിക്കും, ആഗോള സാമ്പത്തിക സ്ഥിതി ഉലയ്ക്കുന്നതായിരിക്കും. ആഗോള ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ ഉണ്ടാകുന്ന ടെൻഷൻ അതീവ ഗുരുതരമായിരിക്കും. അത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ പ്രതികൂലമായി ബാധിക്കും എന്നുള്ളതാണ് ആത്യന്തികമായി ഉടലെടുക്കുന്ന പ്രശ്നം. ഓക്കെ സർ, അപ്ഡേറ്റ് തന്നതിൽ ഒരുപാട് നന്ദി. താങ്ക് യു വെരി മച്ച്.